ദൈവനാഥന്മാരുടെ കാണാൻ നന്നായിട്ട് പാടി. പ്രൈസ് ഗോഡ്. ഇന്ന് നമുക്ക് ഇപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 17-ാം വാക്യം. യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 17-ാം വാക്യം. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്ക. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഒക്കെ പ്രസ്താവിക്കാം, എന്നാൽ നീ അവരുടെ മുമ്പിൽ ഭ്രമിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. I command thee, be not dismayed at their faces, lest I confound thee before them. Praise God. നിങ്ങൾ അവരെ കണ്ട്, നീ അവനെ കണ്ട് ഭ്രമിക്കരുത്. ഭ്രമിച്ച നീ ഭ്രമിച്ചു പോകുന്നല്ല. ആണോ? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, വായിച്ച്. ആകയാൽ ഞാൻ ഈ ഭാഗം മാത്രം വായിച്ചാൽ മതി. ആകയാൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. പ്രൈസ് ഗോഡ്. അപ്പൊ നീ അവരെ കണ്ട് ഭ്രമിച്ചാൽ ഭ്രമിച്ചു പോകുമെന്നല്ല എഴുതിയിരിക്കുന്നത്. നീ അവരെ കണ്ട് ഭ്രമിച്ചാൽ ഞാൻ അവരുടെ മുമ്പിൽ നിന്നെ ഭ്രമിപ്പിക്കും. പ്രൈസ് ഗോഡ്. അപ്പം നീ അവരെ കണ്ട് ഭ്രമിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് എ ഓട്ടോമാറ്റിക് യെരമ്യാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രശ്നമാണ്. ദൈവം പറഞ്ഞ അങ്ങനെയല്ല. നീ ഭ്രമിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നെ ഭ്രമിപ്പിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ പുറത്തുനിന്നൊരു പ്രശ്നമാണത്. അപ്പോൾ നീ അവരെ കണ്ട് ഭ്രമിക്കാതിരിക്കേണ്ടതിന്, പ്രൈസ് ഗോഡ്, കർത്താവ് പറഞ്ഞതാണ്, നീ അവരെ കണ്ട് ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. അപ്പം നീ അവരെ കണ്ട് ഭ്രമിച്ചാൽ, നിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭ്രമം വന്നാൽ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്നോ നിന്നെ സഹായിക്കാമെന്നോ അല്ല പറഞ്ഞത്. നിൻ്റെ ഉള്ളിൽ നീ ഭ്രമിച്ചാൽ ഞാൻ നിന്നെ ഭ്രമിപ്പിക്കും. അപ്പം അതിനെന്ത് ചെയ്യണം? നമ്മൾ ഭ്രമിച്ചു പോകരുത്. പ്രൈസ് ഗോഡ്. യെരമ്യാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് 4-ാം വാക്യവും 5-ാം വാക്യവും ഒന്ന് വായിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യു ആർ അപ്പോയിന്റഡ്. പ്രൈസ് ഗോഡ്. ജനിക്കുന്നതിന് മുമ്പ് അപ്പോയിൻമെന്റ് ചെയ്യുന്നൊരു ദൈവമായി ദൈവം. പ്രൈസ് ഗോഡ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അപ്പോയിൻ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ ഫോർനോളജാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഫോർനോളജിൽ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് അവസാനം വരെ കാത്തു സൂക്ഷിക്കുമോ? അതിന് വില കൊടുക്കുമോ? പ്രൈസ് ഗോഡ്. നമ്മളെ ദൈവം നമുക്ക് കർത്താവിനെ അറിയാൻ, കർത്താവിനെ വിശ്വസിക്കാൻ, രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, പ്രൈസ് ഗോഡ്, ഒരു പദവി എത്താൻ നമ്മളെ സഹായിച്ചു. ഇവിടെ ഇരിക്കുന്ന പലരും എനിക്കറിയാം സ്നാനപ്പെടാൻ ഇഷ്ടമുണ്ടായിട്ട് ഒന്ന് സ്നാനപ്പെട്ടതല്ല. പെന്തിക്കോസ്റ്റിന് ഇഷ്ടമുണ്ടായിട്ട് പെന്തിക്കോസ്തി വന്നതല്ല. പെന്തിക്കോസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു, സ്നാനം ഇഷ്ടമല്ലായിരുന്നു, ബൈബിൾ ഇഷ്ടമല്ലായിരുന്നു, പ്രാർത്ഥനക്കാരെ ഇഷ്ടമല്ലായിരുന്നു, വിശ്വാസികളെ ഇഷ്ടമല്ലായിരുന്നു, കൂട്ടായ്മ ഇഷ്ടമല്ലായിരുന്നു, ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവകൃപ നമ്മുടെ മേൽ വന്നതാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച്
ഈ മാർഗക്കാരായ വല്ലവരെയും കണ്ടാൽ അവരെ കെട്ടി മഹാപുരോഹിതന്മാരെ ഏൽപ്പിക്കണമെന്ന് വിചാരിച്ച് വന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ 10,000 സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം കണ്ടു, ഒരു ശബ്ദവും കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. ആ നിമിഷം പൗലോസിനൊരു കാര്യം മനസ്സിലായി. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തിരുവെഴുത്തുകളിലും ആമേൻ മൊത്തമായുള്ള ദൈവ പഴയ നിയമത്തിൻ്റെ ഓരോ താളുകളിലും പറഞ്ഞിരിക്കുന്ന മശിഹായാണ് നസ്രയനായ യേശു. ആ വെളിപ്പാട് കിട്ടി പൗലോസ് രൂപാന്തരപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വേദപുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചിട്ടല്ല, ഏതോ ഒരു വാക്യം അതിനെ ആസ്പദമാക്കിയ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ്, അതല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പ്രസംഗം, അല്ലെങ്കിൽ ഒരു ക്രൂസൈഡ് പ്രസംഗം, അല്ലെങ്കിൽ ഒരു റേഡിയോ മെസ്സേജ്, അല്ലെങ്കിൽ ഒരു TV മെസ്സേജ് എവിടെയോ എപ്പോഴോ കേട്ടപ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ പൗലോസിന് സംഭവിച്ച അതേ രൂപാന്തരം തന്നെയാണ് ദൈവമക്കളെ നിങ്ങളിലും എന്നിലും നടന്നത്. പക്ഷേ പൗലോസിൻ്റെ അന്ത്യകാലം ചോദിച്ച പൗലോസ് പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മൾ ചെയ്യണം, നമ്മൾ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം, അങ്ങനെ ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. പ്രൈസ് ഗോഡ്. ആഗ്രഹമുണ്ടോ? ദൈവം സഹായിക്കും. ഇവിടെ യെരമ്യാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഗർഭം മുതൽ വിശുദ്ധീകരിച്ച് നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പം യെരമ്യാവിനൊരു സംശയം. 6-7 വായിച്ച്. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ബാലനല്ലോ എന്ന് നീ പറയരുത്. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. തമ്പുരാൻ വല്ലതും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ എക്സ്ക്യൂസ് പറയരുത്. യേശു നേരിട്ട് വന്നൊന്നും പറയത്തില്ല കേട്ടോ. ഉദാഹരണത്തിന് ഇന്നത്തെ സഭായോഗത്തിൽ പ്രാർത്ഥിക്കണം. അയ്യോ, ഞാൻ ഇതുവരെ മൈക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. പറയല്ലേ. ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട നാളെ ആകാമെന്ന് പറയരുത്. ദൈവം തരുന്ന ചാൻസാണ്. ഇനി ഒരു ശുശ്രൂഷ കിട്ടിയാൽ അത് കളഞ്ഞു കുളിക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ നമുക്കൊരു ശുശ്രൂഷ കിട്ടി. ആ മീറ്റിംഗ് 6 മണിക്കാണെന്നറിയാം. ശുശ്രൂഷ ഉള്ളവൻ എന്ത് ചെയ്തോണം? ആ സമയത്ത് അവിടെ ഉണ്ടാകണം. നമുക്ക് കിട്ടിയ ചാൻസ് കളഞ്ഞിട്ട് ആ ദിവസം അങ്ങ് അപ്രത്യക്ഷമാകരുത്. നമുക്ക് കിട്ടിയ ചാൻസ് കളഞ്ഞിട്ട് ആ ശുശ്രൂഷയുള്ള സമയത്ത് വരാതിരിക്കരുത്. ലേറ്റായിട്ടും വരരുത്. ശുശ്രൂഷ പോവും. മതിയെന്ന് പറഞ്ഞാൽ, എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ശുശ്രൂഷ വേറൊരാളെ ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കുഴപ്പം വരത്തില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം എന്നെ മാറ്റി വേറെ ആളെ ഏൽപ്പിക്കും. ഇത് നിനക്ക് വയ്യ എന്ന് പറയുന്നിടത്തോളം കാലം പ്രൈസ് ഗോഡ്, ആ സെക്കൻഡിൽ ദൈവം എടുക്കും. നീ ബാലനെന്ന് പറയരുത്. വായിച്ചേ. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും, ഞാൻ നിന്നെ ആരുടെ അടുക്കൽ അയച്ചാൽ നീ പോകുകയും, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. തയ്യാറാണോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും യെരമ്യാവിൻ്റെ ശുശ്രൂഷ, ഏലിയാവിൻ്റെ ശുശ്രൂഷ, യെശയ്യാവിൻ്റെ ശുശ്രൂഷ, പ്രൈസ് ഗോഡ്, യെഹെസ്കേലിൻ്റെ ശുശ്രൂഷ വേണം. പക്ഷെ തയ്യാറാണോ? ദൈവം അയക്കുന്നിടത്ത് പോകാൻ തയ്യാറാണോ? അയക്കുന്ന സമയത്ത് പോകാൻ തയ്യാറാണോ? അയക്കുന്ന അത്രയും ദൂരം പോകാൻ തയ്യാറാണോ? പ്രൈസ് ഗോഡ്. ഇതിന് ഒരു കണ്ടീഷനും ഇല്ല.
ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒരാവശ്യവും വിഷയമല്ല. ഞാൻ ദൈവത്തിൻ്റെ ആവശ്യത്തിന് മുൻതൂക്കം കൊടുക്കും. ഈ ഒരു തീരുമാനം എടുക്കുന്നവരെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളൂ. നേരമുള്ളപ്പോൾ ചെയ്യുന്ന പരിപാടി ഇതല്ല. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും. പ്രൈസ് ഗോഡ്. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ചു നോക്കി. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. And Paul dwelt 2 whole years in his own hired house and received all that came in unto him, preaching the kingdom of God and teaching those things which concern the Lord Jesus Christ with all confidence, no man forbidding them. വിഘ്നം കൂടാതെ. ദൈവപ്രവൃത്തിക്ക് വിഘ്നം വരരുത്. നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റ ചുമതലകൾക്ക് ഒരു വീഴ്ചയും വരരുത്. പൗലോസ് പറഞ്ഞതെന്നറിയാമോ? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ആപത്തോ, പട്ടിണിയോ, നഗ്നതയോ, വാളോ, ജീവനോ, മരണമോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ? തീർന്നില്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ. പ്രൈസ് ഗോഡ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പറ്റത്തില്ലെന്ന്. ദാറ്റ് ഇസ് കമ്മിറ്റ്മെൻറ്റ്. അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് ദൈവത്തോട് നമുക്കുണ്ടായാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ അയക്കുന്നിടത്തെല്ലാം നീ പോകും. ഞാൻ പറയുന്നത് നീ പ്രസ്താവിക്കും. ഞാൻ വിളിക്കുമ്പോൾ നീ കേൾക്കും. പകരം നീ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും, നിനക്ക് ഉത്തരം വരണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം യെരമ്യാവിനുണ്ടായിരുന്നൊരു ബന്ധം ഈ നാളുകളിൽ വ്യക്തിപരമായി നമുക്ക് വേണം. മാത്രമല്ല, നമ്മളെ ആരെങ്കിലും ഭ്രമിപ്പിക്കാൻ വന്നാൽ നമ്മൾ അവരുടെ മുമ്പിൽ ഭ്രമിക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി 6 മുതൽ 10 വരെ. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് ഞാൻ സംസാരിക്കണം. 8 മുതൽ നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ യെരമ്യാപ്രവചനം വായിച്ച് തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെരമ്യാവിനെ കൊന്നുകളയാൻ, കുഴിച്ചിടാൻ, കിണറ്റിലിടാൻ എല്ലാം പരിപാടി നോക്കിയെന്നറിയാമോ? പട്ടിണിക്കെട്ട് കൊല്ലാൻ നോക്കി, വെട്ടിക്കൊല്ലാൻ നോക്കി, കുഴിച്ചിട്ട് കൊല്ലാൻ നോക്കി, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി, പല പരിപാടികളും നോക്കി. പക്ഷേ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അവസാനം നമ്മൾ കാണുന്നതെന്നറിയാമോ? ഇവനെ നശിപ്പിക്കാൻ നോക്കിയവരെല്ലാം നശിച്ചുപോയി, യെരമ്യാവ് നിലനിന്നു. പ്രൈസ് ഗോഡ്. ലാസ്റ്റ് യെരമ്യാവിന് നെബൂസറാദാൻ ചോയ്സ് കൊടുത്തു. യെരമ്യാവേ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിക്കോ, നിൻ്റെ കയ്യിലെയും കാലിലെയും ചങ്ങലകൾ ഞാനിവിടെ വെട്ടിമാറ്റുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടി നിങ്ങളുടെ കൈകൾ കെട്ടിയിരിക്കുന്ന ചങ്ങല, നിങ്ങളുടെ കാല് കെട്ടിയിരിക്കുന്ന ചങ്ങല, നിങ്ങളെ പിടിച്ചടച്ചിട്ടിരിക്കുന്ന വാതിലുകൾ, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുക്കി വെളിയിൽ കൊണ്ടുവന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതകരമായി ഉപയോഗിക്കുവാൻ യെരമ്യാവിൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഉടബല ഹത്തുര ജബന തകര ശന്തർ ഖൗഡ. ഇന്ന് രാത്രികാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, യെരമ്യാവിനെ സൂക്ഷിച്ച ദൈവകൃപ, അവനെ നശിപ്പിച്ച ബാരൂക്കിനെ നീ നശിപ്പിച്ചു, അവനെ നശിപ്പിച്ച നെബൂഖദ്നേസർ നീ നശിപ്പിച്ചു, അവനെ നശിപ്പിച്ച നെബൂസറാദാനെ നീ നശിപ്പിച്ചു. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവേ, നീ യെരമ്യാവിനെ കാത്തു സൂക്ഷിച്ചു. അതുപോലെ ഇന്ന് രാത്രി ദൈവ പൈതലെ, നിന്നെ കാത്തു സൂക്ഷിക്കാൻ യേശു മതിയായവൻ. നീ ബാലനെന്ന് പറയരുത്, നീ ഭ്രമിക്കരുത്, നീ അവരുടെ മുമ്പിൽ ഭ്രമിക്കരുത്, നിന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നവരിൽ ഭയപ്പെടരുത്. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഭ്രമിക്കുന്ന അവസ്ഥകൾക്കും വ്യത്യാസം വരട്ടെ.
Jesus. Amen, 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 amen. Praise God. ദൈവമക്കളെ, നമുക്ക് എതിർപ്പില്ലെന്ന് വിചാരിക്കല്ലേ. ആരും നമ്മുടെ നേരെ വരത്തെന്ന് വിചാരിക്കല്ലേ. ഒരൊറ്റ കാര്യം മറക്കരുത്. ശത്രു വരത്തില്ലെന്ന് പറഞ്ഞില്ല, ശത്രു നിന്നെ തോൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞില്ല, ശത്രു നിന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന്. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കത്തക്കവണ്ണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ആ ഉറപ്പ്, ആ ധൈര്യം, ആ പ്രാഗൽഭ്യം, ആ കോൺഫിഡൻസ്. പ്രൈസ് ഗോഡ്. ഇതായിട്ട് വായിച്ച്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. ദൂതൻ കനൽ കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ വായെ തൊട്ടു. ദൂതൻ അല്ല, ദൈവം തമ്പുരാൻ, യഹോവയായ ദൈവം തന്നെ കൈ നീട്ടി യെരമ്യാവിൻ്റെ വായെ തൊട്ടു. ഇന്ന് രാത്രി ചിലരുടെ വായൊക്കെ ദൈവം ഒന്ന് തൊടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമ്മുടെ വായൊന്ന് ദൈവം തൊടട്ടെ. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ, തലമുറയിൽ സമാധാനമുണ്ടാകട്ടെ, ജോലി ചെയ്യുന്നിടത്ത് സമാധാനമുണ്ടാകട്ടെ, സഭയിൽ സമാധാനമുണ്ടാകട്ടെ, ദേശത്ത് സമാധാനമുണ്ടാകട്ടെ. ആഗ്രഹമുണ്ടോ? ദൈവത്തോടുള്ള കർത്താവേ, ഇന്ന് തീ കൊണ്ട് തൊടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് കർത്താവിൻ്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ടൊന്ന് വായെ തൊടുന്നത്. യെശയ്യാവിനെ തീക്കനൽ കൊണ്ട് തൊട്ട സ്ഥാനത്ത് ഇന്ന് ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, നിന്റെ കരം നീട്ടി. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു. അടുത്ത വാക്യം. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും തീർന്നില്ല പണിയാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ചിലർക്ക് ഇടിക്കാനേ അറിയാവൂ, ചിലർക്ക് പൊളിക്കാനേ അറിയാവൂ, ചിലർക്ക് വേരടക്കം നിർമൂലമാക്കി പറിക്കാനേ അറിയാവൂ. പക്ഷേ യെരമ്യാവിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇടിക്കലും പൊളിക്കലും പറിക്കലും മാത്രമല്ല, പണിയാനും നടുവാനും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ പൊളിഞ്ഞതിനെ പണിയാൻ, ഇടിച്ചതിനെ പണിയാൻ, നിർമൂലമാക്കിയതിനെ നടത്താൻ അധികാരമുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വ്യാപരിക്കട്ടെ. The name of Lord Jesus. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവമേ കർത്താവെ, ഇടിക്കാനും പൊളിക്കാനും നിർമൂലമാക്കാനും മാത്രമല്ല, നടുവാനും പണിവാനുമുള്ള വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ചിലതൊക്കെ ഇടിച്ചത് എന്തിനാണെന്നറിയാമോ? ചിലതൊക്കെ പൊളിച്ചത് എന്തിനാണെന്നറിയാമോ? പുതുതൊന്ന് പണിയാൻ. ദൈവസന്നിധിയിൽ വന്ന ശേഷം എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിന്നെ ഇടിക്കാനും പൊളിക്കാനും നിർമൂലമാക്കാനും മാത്രമല്ല, നിന്നെ പണിയാനും നിന്നെ നടുവാനും അവകാശപ്പെടുത്തുന്ന, അധികാരപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തിക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇടിച്ച സ്ഥാനത്ത് പൊളിച്ച സ്ഥാനത്ത്, വേരോടെ പറിച്ചു കളഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ശക്തിയുള്ള കരത്താൽ പണികൾ നടക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും. വീട്ടിൽ വായിക്കാൻ യെരമ്യാ വായിക്കുന്നില്ല ഈ മാസം മുഴുവൻ.
അതിനകത്ത് പറഞ്ഞെന്തെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രു വളഞ്ഞിരിക്കുകയാണ്, ശത്രു വളരെല്ലാം പിടിച്ചുകൊണ്ടുപോയി, ശത്രു ദേശം നശിപ്പിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് യെരമ്യാവിനോട് കർത്താവ് പറഞ്ഞു, ഇനിയും ഈ സ്ഥലത്ത് ആധാരങ്ങൾ നടക്കും, ഇനിയും സ്ഥലങ്ങൾ മേടിക്കും. യെരൂശലേം പട്ടണം ഇടിച്ച് പൊളിച്ചിട്ടാലും അതിനകത്ത് ആധാരം എഴുതിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ് നിന്നെ സഹായിക്കാൻ പോകുന്നത്. ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പേടിക്കല്ലേ, പൊളിഞ്ഞു കിടക്കുന്നത് പേടിക്കല്ലേ. ഉടബല ഹദ്ദുര ജബന തരകര ഷന്ദർ ഖൗഡര അബിന ഹത്ന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രശ്നങ്ങളെയും പ്രയാസങ്ങളുടെയും ദൈവത്തിൻ്റെ കയ്യിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് കേട്ട് അത് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കാൻ ഇത്തിരി മറ്റിച്ചു സ്തോത്രം. അത് ഏറ്റെടുക്കാൻ ഇടയായാൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ 32-ാം അധ്യായം യെരമ്യാവ് 32 അതിൻ്റെ 15-ാം വാക്യം. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇനിയും ഈ ദേശത്ത് മതിലുകൾ ഇടിഞ്ഞു കിടന്നാലും വാതിലുകൾ തീ കൊണ്ട് ചുട്ടുകിടന്നാലും ഈ ദേശത്ത് ക്രയവിക്രയം ചെയ്യും. എന്തൊക്കെ? വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ കുടുംബം ഇടിച്ചിട്ടാലും പേടിക്കണ്ട, നിന്റെ പട്ടണം ഇടിച്ചിട്ടാലും പേടിക്കണ്ട, നിന്റെ മതിലുകൾ ഇടിച്ചിട്ടാലും പേടിക്കണ്ട, നിന്റെ വാതിലുകൾ തകർത്തിട്ടാലും പേടിക്കണ്ട. നിന്നെക്കൊണ്ട് ക്രയവിക്രയങ്ങൾ ചെയ്യിക്കാൻ കഴിവുള്ള ദൈവം ഇനിയും ആധാരങ്ങൾ നടക്കും, ഇനിയും മേടിക്കും, ഇനിയും മേടിക്കും. അല്ലേ? ഇടിക്കാനും പൊളിക്കാനും മാത്രമല്ല, പണിയുവാനും നടുവാനും. ഇടിക്കാനും പൊളിക്കാനും നിർമൂലമാക്കുവാനും മാത്രമല്ല, പണിയുവാനും നടുവാനും. പ്രൈസ് ഗോഡ്. യെരമ്യാവിന് അധികാരം കൊടുത്തൊരു ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കൊരു അധികാരം തരണം. എന്തിനാണെന്നറിയാമോ? നീ മേടിക്കത്തില്ലെന്ന് പറഞ്ഞത് മേടിക്കണം, നീ പണിയത്തില്ലെന്ന് പറഞ്ഞത് പണിയണം, വേരോടെ പറിച്ചു കളഞ്ഞത് നടണം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ ദൈവം എന്നെ സഹായിച്ചാൽ, യെരമ്യാവിനെ സഹായിച്ച സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചാൽ, ശത്രു ഇടിച്ച് കളഞ്ഞത് ഞാൻ പണിയും. ശത്രു പ്രൈസ് ഗോഡ് തീ കൊണ്ട് ചുട്ടത് ഞാൻ വീണ്ടും പണിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശത്രു പൊളിച്ച് കളഞ്ഞതിനെ ഞാൻ വീണ്ടും പണിയും. ശത്രു ഉന്മൂലനാശം വരുത്തിയതിനെ ഞാൻ വീണ്ടും നടും. ഇങ്ങനെയുള്ള ഒരു അധികാരം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷ ഇന്ന് രാത്രി എനിക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ, യെരമ്യാവിനെ മനസ്സിലാക്കിയതുപോലെ, യെരമ്യാവ് ഗ്രഹിച്ചതുപോലെ ഇങ്ങനത്തെ ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഉടപര കതുര ജപനക ജഗല സടബർ കൗത. ശത്രു ഇടിച്ചത്, ശത്രു ഇടിച്ചത്, ശത്രു ഇടിച്ചത്, ശത്രു പൊളിച്ചത്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. യെരമ്യാവേ ഇടിപ്പാനും. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 8 മുതൽ. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഇത് മുഴുവൻ വചനം കൊണ്ടാണ് കേട്ടോ. ഇന്ന് രാത്രി ചില വചനങ്ങൾ പ്രാപിക്കാൻ ഇടയായിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ വചനം നിന്നെ അധികാരപ്പെടുത്താൻ പോകുകയാണ്, ആ വചനം നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്, ആ വചനം നിന്നെ ബലപ്പെടുത്താൻ പോകുകയാണ്, ആ വചനം നിനക്ക് ചില വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി പിന്നെയും തരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്താൽ. വായിച്ചു. ആമേൻ. വായിച്ചത് അവസാനിപ്പിക്കാം. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി 10 മുകളിലോട്ട് പോ. 11 എടുക്കുക. നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. 11-12. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം ജാഗ്രത വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന്
ഞാൻ ജാഗരിച്ചുകൊണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഉത്തരവാദിത്തമാണ്. ദൈവം അത് ചെയ്യും. വിശ്വസിക്കാൻ സാധിക്കുന്നവർ കരമുയർത്തിയാട്ട് ഇടിപ്പാനും പൊളിപ്പാനും നിർമ്മൂലമാക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായതെല്ലാം പണിയാനും നടാനും അവകാശം തരുന്നൊരു ദൈവം. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നീ ഞങ്ങളെ അധികാരപ്പെടുത്തണമേ. നിൻ്റെ വചനത്താൽ അധികാരപ്പെടുത്തണമേ. ഞങ്ങളുടെ വായെ തൊടുമാറാക്കണമേ. ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ, ഞങ്ങളുടെ സംസാരങ്ങൾ സൂക്ഷിക്കാൻ, ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കാൻ കൃപ തരണമേ. അരുതാത്തതൊന്നും ഞങ്ങളുടെ നാവിൽ നിന്ന് വരാൻ ഇടയാകല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രകാശ് ചാണ്ടി മുമ്പോട്ട് പ്രാർത്ഥിച്ചും അവസാനിപ്പിക്കാം.